എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിനർഹനായ പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായ വ്യക്തിയാണ് എസ് സോമനാഥ്. 1,00,000 രൂപയും ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. ഇന്ത്യ-ജപ്പാൻ 16ാമത് വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനുമായി 2026 ജൂലൈയിൽ ന്യൂഡൽഹി സന്ദർശിച്ച ജപ്പാൻ പ്രധാനമന്ത്രിയാണ് സനെ തകൈച്ചി. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള സനെ തകൈച്ചിയുടെ ആദ്യത്തെ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണ് ഇത്. ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയും സാമ്പത്തിക സഹകരണവും ലക്ഷ്യമിട്ട് രൂപീകരിച്ച ക്വാഡ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഇന്ത്യയും ജപ്പാനും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിനായി നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പുമായി പങ്കാളിത്തം സ്ഥാപിച്ച് 49% ഓഹരികൾ വാങ്ങിയ വിദേശ കപ്പൽ കമ്പനിയാണ് MSC അഥവാ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് MSC. ഏകദേശം 13,000 കോടി രൂപയുടെ ഈ ഇടപാട് ഇന്ത്യയിലെ തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ്. വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. അടുത്തിടെ പൊട്ടിത്തെറിയുണ്ടായ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്താണ്? മൗണ്ട് എറ്റ്ന ഇറ്റലിയിലാണ്. 2026 ജൂലൈ മാസത്തിലാണ് മൗണ്ട് എറ്റ്ന പൊട്ടിത്തെറിച്ചത്. മെഡിറ്ററേനിയൻ കടലിലെ സിസിലി ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.